വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ISRO വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത വാർത്താവിനിമയ സംവിധാനത്തിന്റെ പേര് എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യം അത് മനസ്സിലാക്കുക. ആർക്ക് വേണ്ടിയാ? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. ആരാണ് വികസിപ്പിച്ചത്? ISRO വികസിപ്പിച്ചതാണ്. എന്താണ് പ്രത്യേകത? അതൊരു ഉപഗ്രഹാധിഷ്ഠിത 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 വാർത്താവിനിമയ സംവിധാനമാണ്. വാർത്താവിനിമയ സംവിധാനം. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ? ഒന്നും കൂടെ പറഞ്ഞേ. വാർത്താവിനിമയ സംവിധാനം. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ISRO വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത വാർത്താവിനിമയ സംവിധാനത്തിന്റെ പേര് നഭ്മിത്ര എന്നാണ്. എന്താണ്? നഭ്മിത്ര. നഭ്മിത്ര. ക്ലിയർ ആയില്ലേ? മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ISRO വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത എന്താണ്? വാർത്താവിനിമയ സംവിധാനത്തിന്റെ പേര് എന്താണ്? നഭ്മിത്ര എന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? ആരുടെ ആത്മകഥയാണ്? ഒരു ആത്മകഥയെ കുറിച്ചാ പഠിക്കണേ. ആരുടെ ആത്മകഥയാണ്? വെസ്റ്റേൺ ഗട്ട്സ് എ ലവ് സ്റ്റോറി. എന്താണ്? വെസ്റ്റേൺ ഗട്ട്സ് എ ലവ് സ്റ്റോറി. വെസ്റ്റേൺ ഗട്ട്സ് എ ലവ് സ്റ്റോറി എന്നത് ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദ്യം. ആരുടെയാണ്? മാധവ് ഗാഡ്ഗിലിന്റെയാണ്. അപ്പൊ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ വെസ്റ്റേൺ ഗട്ട്സ് എ ലവ് സ്റ്റോറി എന്നതാണ്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം, നമുക്കറിയാം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു, ഉദ്ഘാടനം ചെയ്തു. പുതിയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവര് കണ്ടു വെക്കുക. ഇപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തില് പാസാക്കിയ ആദ്യത്തെ ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ല്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യത്തെ ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ലാണ്. അടുത്ത ചോദ്യം എന്താണ്? അതായത് ലോക പൈതൃക പട്ടിക ആരുടെയാണ്? ലോക പൈതൃക പട്ടിക ആരാ പ്രസിദ്ധീകരിക്കുക? യുനെസ്കോ ആണ് പ്രസിദ്ധീകരിക്കുക അല്ലെ. അപ്പൊ ലോക പൈതൃക സാംസ്കാരിക ആഘോഷങ്ങൾ. അപ്പൊ ലോക പൈതൃക പട്ടികയില് സാംസ്കാരിക ആഘോഷങ്ങളിൽ എന്താണ്? യുനെസ്കോ ഇന്ത്യയിലെ ഒരു ആഘോഷത്തെ ഉൾപ്പെടുത്തിയതാണ്. അപ്പൊ ലോക പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ട ആഘോഷം ഏതാണ്? ദീപാവലിയാണ്. ഇതുവരെ ഇന്ത്യയില് എത്ര എണ്ണം? 16 എണ്ണം. അപ്പൊ ദീപാവലി അടക്കം 16 സാംസ്കാരിക ആഘോഷങ്ങൾ എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? ലോക പൈതൃക സാംസ്കാരിക ആഘോഷ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതില് നമ്മുടെ യോഗ പെടും, അതുപോലെ തന്നെ കുംഭമേള പെടും, ഗുജറാത്തിലെ ഗർഭനൃത്തം കേട്ടിട്ടില്ലേ നിങ്ങള്? ഗർഭനൃത്തം പെടും. ഇതൊക്കെ ഏതിൽ പെട്ടിട്ടുണ്ട്? അതുപോലെ തന്നെ നമ്മള് ദുർഗാപൂജ നടത്തൂലേ നവരാത്രി കാലത്ത്? ദുർഗാപൂജ അത് പ്രധാനപ്പെട്ടത് എവിടെ അറിയോ നിങ്ങൾക്ക്? വെസ്റ്റ് ബംഗാളിലാണ്. ഇതൊക്കെ തന്നെ എന്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്? ലോക പൈതൃക സാംസ്കാരിക ആഘോഷ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് ISRO വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത വാർത്താവിനിമയം സംവിധാനം നഭ്മിത്ര. വെസ്റ്റേൺ ഗാഡ്സ് ലവ് സ്റ്റോറി എന്നത് മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ല്. ലോക പൈതൃക സാംസ്കാരികാഘോഷ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ട ആഘോഷം ദീപാവലി. 16ാമത്തെ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ട ആഘോഷമാണ്. ഇതിനു മുമ്പ് യോഗയും കുംഭമേളയും നൃത്തവും അതുപോലെ തന്നെ ദുർഗാപൂജയൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി 2025
എവിടെയാണ് G20 ഉച്ചകോടി നടന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2025 G20 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. അതല്ല എൻ്റെ ചോദ്യം. 2025 G20 ദക്ഷിണാഫ്രിക്കയിലാണെങ്കിൽ 2026 G20 ഉച്ചകോടി എവിടെ നടക്കും? അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടക്കും. എവിടെ നടക്കും? 2026 അമേരിക്കയിലെ ഫ്ലോറിഡ. 2025 G20 ദക്ഷിണാഫ്രിക്കയിൽ നടന്നു. ദക്ഷിണാഫ്രിക്കയിലെ എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോഹന്നാസ്ബർഗ്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് നടന്നത്. അപ്പൊ 2025 G20 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണെങ്കിൽ 2026 G20 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടക്കും എന്ന് മനസ്സിലാക്കുക. 2026 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടക്കും. ഇനി അടുത്ത ചോദ്യം, 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയത് 2025 ഫിഡെ ചെസ് ലോകകപ്പ് 2025 ഫിഡെ ചെസ് ലോകകപ്പ് ആര് നേടി? ആരാണ്? ജാവോഗിർ. ആരാണ് അദ്ദേഹത്തിന്റെ പേര്? ജാവോഗിർ സിന്ദ്രോ ആണ്. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. എവിടത്തെയാണ്? ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ആയ ജാവോകിർ സിന്ദ്രോ ആണ് 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയത്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയത് ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ആയ ജാവോകിർ സിന്ദ്രോ ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി 2025 വേൾഡ് ബോക്സിംഗ് കപ്പ് എന്താണ്? വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനൽസിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഇന്ത്യയാണ്. 2025 വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനൽസിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഇന്ത്യയാണ്. ഇനി അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്കെതിരെ 11 ഫുൾ മെമ്പർ ടീമുകൾക്കെതിരെ സെഞ്ചുറി നേടുന്ന ആദ്യ താരം ആരാണ്? സെഞ്ചുറി നേടുന്ന ആദ്യ താരം വെസ്റ്റ് ഇൻഡീസിന്റെ ആരുടെയാണ്? വെസ്റ്റ് ഇൻഡീസിന്റെ ഷായ് ഹോപ്പ് ആണ്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്കെതിരെയും സെഞ്ചുറി നേടുന്ന ആദ്യ താരം ഷായ് ഹോപ്പ്. വെസ്റ്റ് ഇൻഡീസിലെ ഷായ് ഹോപ്പ് ആണ്. ഇനി അടുത്തത്, മാവോയിസ്റ്റ് പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കുന്നത് തടയുന്നതിനെതിരെ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ സംഭവ് എന്നാണ്. അപ്പൊ മാവോയിസ്റ്റ് പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കുന്നത് തടയുന്നതിന് ആന്ധ്രാപ്രദേശ് സർക്കാർ സംഘടിപ്പിച്ച പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ സംഭവ്. 2025 G20 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്നു എങ്കിൽ 2026 G20 എവിടെ നടക്കും? അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടക്കും. 2025 ഫിഡെ ചെസ് ലോകകപ്പ് 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയത് ആരാണ്? ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ആയ ജാവോകിർ സിന്ദ്രോ ആണ്. 2025 വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനൽസിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഇന്ത്യയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്കെതിരെയും സെഞ്ചുറി നേടുന്ന ആദ്യ താരം ആരാണ്? വെസ്റ്റ് ഇൻഡീസിന്റെ ഷായ് ഹോപ്പ് ആണ്. അതുപോലെ മാവോയിസ്റ്റ് പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കുന്നത് തടയുന്നതിനായി ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ സംഭവ് എന്നാണ്. അടുത്തത്, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ് ഇന്ത്യൻ
ഭരണഘടനയുടെ വിവർത്തനം എത്ര ഭാഷകളിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ വിവർത്തനം എത്ര ഭാഷകളിലാണ് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയത്? കേന്ദ്ര ഗവൺമെന്റ് എത്ര ഭാഷകളിൽ ഈ അടുത്തിടെ ഇന്ത്യൻ ഭരണഘടനയുടെ വിവർത്തനം പുറത്തിറക്കി? 9 ഭാഷകളിൽ. മലയാളം, നേപ്പാളി, മറാഠി, പഞ്ചാബി, ബോഡോ, കാശ്മീരി, തെലുങ്ക്, ഒഡിയ, ആസാമീസ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. മലയാളം, നേപ്പാളി, മറാഠി, പഞ്ചാബി, ബോഡോ, കാശ്മീരി, തെലുങ്ക്, ഒഡിയ, ആസാമീസ്. ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിവർത്തനം ഇപ്പോ കഴിഞ്ഞിട്ട് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പുതിയ വിവർത്തനം സർക്കാർ പുറത്തിറക്കി. അപ്പൊ അതുകൊണ്ടാണ് അത് പുറത്തിറങ്ങിയത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് പറയാനായിട്ട് കാരണം. ഇനി അടുത്തത് 2025 ഡേവിസ് കപ്പ്. 2025 ഡേവിസ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഡേവിസ് കപ്പ് ഏതാണ്? ടെന്നീസ്. ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് ആരാ നേടിയത്? ഇറ്റലി. 2025 ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് നേടിയത് ആരാണ്? ഇറ്റലിയാണ്. ഇനി അടുത്തത് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകര്. ബൊട്ടാണിക്കൽ ഗാർഡനില് ഗവേഷകരുണ്ടാവുമല്ലോ. ആ ഗവേഷകർ വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ്? ലജിനാൻഡ്ര. സസ്യത്തിന്റെ പേര് ഇതാണ്, ലജിനാൻഡ്ര. എന്താണ് സസ്യം? ലജിനാൻഡ്ര പ്രദീപിയാന. ലജിനാൻഡ്ര പ്രദീപിയാന. ക്ലിയർ ആയോ മക്കളെ? മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകർ ഈ അടുത്തിടെ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേര് ലജിനാൻഡ്ര പ്രദീപിയാന എന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് 2025 വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക നേടിയതാരാണ്? ദീപ്തി ശർമ്മ. ഏറ്റവും ഉയർന്ന തുക നേടിയതാരാണ്? ദീപ്തി ശർമ്മയാണ്. ക്ലിയർ ആയോ? 2025 വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക നേടിയതാരാണ്? ദീപ്തി ശർമ്മയാണ്. ഇനി അടുത്തത് അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസിൽ അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസ് നടന്നു. അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസിൽ മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്തത് ഏതാണ്? ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനാണ്. ഡൽഹിയിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഈ അടുത്തിടെ എത്ര ഭാഷകളിലാണ് ഭരണഘടനയുടെ വിവർത്തനം നടത്തിയത്? 9 ഭാഷകളിൽ അല്ലെ. സോറി, ഇന്ത്യൻ ഭരണഘടനയുടെ വിവർത്തനം ഈ അടുത്തിടെ കേന്ദ്ര ഗവൺമെന്റ്, അങ്ങനെ പഠിക്കണം, എത്ര ഭാഷകളിൽ നടത്തി? 9 ഭാഷ. മലയാളം, നേപ്പാളി, മറാഠി, പഞ്ചാബി, ബോഡോ, കാശ്മീരി, തെലുങ്ക്, ഒഡിയ ആൻഡ് ആസാമീസ്. 2025 ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് ജേതാക്കൾ ആരാണ്? ഇറ്റലിയാണ്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകർ വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണ്? ലജിനാൻഡ്ര പ്രദീപിയാന എന്നതാണ്. 2025 വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക നേടിയതാരാണ്? ദീപ്തി ശർമ്മയാണ്. അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസിൽ രാജ്യത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് ഡൽഹിയിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷനാണ്. അടുത്ത ചോദ്യം എന്താണെങ്കിൽ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന ഒരു പരാത സസ്യമാണ്. ആ പരാത സസ്യത്തെ 175 വർഷങ്ങൾക്ക് ശേഷം വയനാട്ടിലെ ഒരു വനമേഖലയിൽ നിന്ന് കണ്ടെത്തി. ആ വനമേഖലയുടെ പേര് ഇതാണ്, 900 വനമേഖല. എന്താണ് വനമേഖലയുടെ പേര്? 900 വനമേഖല. ആ പരാത സസ്യത്തിന്റെ പേര് ക്യാമ്പെല്ലിയ. പരാത സസ്യത്തിന്റെ പേര് ക്യാമ്പെല്ലിയ ഒറന്റിയാക്ക.
ക്യാമ്പെല്ലിയ ഒറന്റിയാക്ക, ക്യാമ്പെല്ലിയ ഒറന്റിയാക്ക എന്നാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ, വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന ഏത് പരാത സസ്യത്തെയാണ് 175 വർഷങ്ങൾക്ക് ശേഷം വയനാട്ടിലെ 900 വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയത്? കാമ്പെല്ലിയ ഒറന്റിയാക്ക എന്ന് പറയുന്ന സസ്യത്തെയാണ്. ഇനി 2025 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായിട്ട് പ്രവർത്തിക്കുന്നവർക്കും അതോടൊപ്പം വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കും തെളിയിച്ച ഭിന്നശേഷിക്കാർക്കും കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന പരമോന്നത ബഹുമതി ലഭിച്ച മലയാളികൾ ആരാണ്? ഒരാളുടെ പേര് ശ്രേയസ് കിരൺ എന്നാണ്. ശ്രേയസ് കിരൺ ആണ് ഒരാളുടെ പേര്. അടുത്തത് മുഹമ്മദ് സാസീൻ ആണ്. രണ്ടാമത്തെ ആള് മുഹമ്മദ് സാസീൻ. ഇവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളുടെ പേരും ഒന്ന് ഓർത്തു വയ്ക്കുക. ശ്രേയസ് കിരണ് ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം കിട്ടി. എന്ത് കിട്ടി? ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം കിട്ടി. ശ്രേഷ്ഠ ദിവ്യാംഗ്. അടുത്ത ആൾക്ക് എന്താണ്? ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം. ഇപ്പൊ 2 പുരസ്കാരങ്ങൾ. ഇത് എന്തിനാണ്? 2025 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്നവർക്കും അതോടൊപ്പം വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ഭിന്നശേഷിക്കാർക്കും കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന പരമോന്നത ബഹുമതികളായ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാല എന്നിവ ലഭിച്ച മലയാളികൾ. ശ്രേഷ്ഠ ദിവ്യാംഗ് ലഭിച്ചത് ശ്രേയസ് കിരണും ശ്രേഷ്ഠ ദിവ്യാംഗ് ബാല ലഭിച്ചത് മുഹമ്മദ് സാസീനുമാണ്. ഇപ്പൊ വംശനാശം നേരിടുന്ന ഒരു പരാത സസ്യത്തെ 175 വർഷങ്ങൾക്ക് ശേഷം വയനാടിലെ ഏത് വനമേഖലയിൽ നിന്ന് കണ്ടെത്തി? 900 അല്ലെ. ആ പരാത സസ്യത്തിന്റെ പേര് ക്യാമ്പെല്ലിയ ഒറന്റിയാക്ക. 2025 അല്ലെ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഭിന്നശേഷിക്കാർക്കും കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന പരമോന്നത ബഹുമതികൾ ലഭിച്ച മലയാളികൾ. ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം ശ്രേയസ് കിരണും ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം മുഹമ്മദ് സാസീനും ലഭിച്ചു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റു ടോപ്പിക്കുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.